വ്യക്തമായി ഒഫീ ഷറഹി സുന്ന, ഷറഹു സുന്ന എന്ന കിതാബിലുണ്ട്. റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നിശ്ചയമായും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കണ്ടു സബിയൻ മലീഹൻ, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടു. ഫഖാല, ആ സമയത്ത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദസ്സിമു, ദസ്സിമു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സവ്വിദു എന്നാണ്. ദസ്സിമു, നിങ്ങൾ കറപ്പിക്കുക. നൂനത്തഹു, നൂനത്തഹു, ആ കുട്ടിയുടെ നൂനത്തിനെ. നൂനത്ത് എന്ന് പറഞ്ഞാൽ നുഖവത്ത് എന്നാണ്. നുഖവത്തിന് പല മയനകളും ഉണ്ടെങ്കിലും ഡിക്ഷണറികളൊക്കെ നോക്കിയാൽ എന്ത് കാണാം? നുണക്കുഴി എന്ന് കാണാം. ചില ആളുകളുടെ മുഖത്തുള്ള പ്രത്യേകമായ ഒരു കുഴിനെ കുറിച്ച് നമ്മളിങ്ങനെ നുണക്കുഴി എന്ന് പറയാറുണ്ട്. അവിടെ ഈ നുക്കലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൻ നൂനത്തു, നൂനത്ത് എന്ന് പറഞ്ഞാൽ അൻ നുക്കലത്തുല്ലത്തി തെക്കൂനു ഫീ ദക്കനി സബിയി സഗീരി, ചെറിയ കുട്ടിയുടെ താടിയെല്ലിന്റെ ഭാഗത്തുള്ള ഒരു പ്രത്യേകമായ കുഴി എന്നാണ്. അപ്പം മുഖത്തിന്റെ ഒരു ഭാഗത്ത് ചില പണ്ഡിതന്മാർ അതുകൊണ്ട് ഉദ്ദേശം എത്തുകയുള്ളൂ, ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ പെട്ടെന്ന് ഈ കുട്ടിയിലേക്ക് നോട്ടം പതിയാൻ വേണ്ടി അങ്ങനെ ഒരു കറുത്ത പുല്ല് കൊടുക്കുക. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? കലാ തുസീബഹുൽ ഐനു, ആ കുട്ടിക്ക് കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദം അപ്പൊ നോക്കിങ്ങള്, ദസ്സിമോ നൂനത്തഹു, ആ കുട്ടിയുടെ നുഖവത്തിൽ എന്ത് ചെയ്യുക? ഒരു കറുപ്പ് നിങ്ങളാക്കുക, കറുപ്പിക്കുക. കലാ തുസീബഹുൽ ഐനു, കണ്ണേറ് ആ കുട്ടിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുത്ത് കൊടുക്കാം. ആകെ കുത്തും പുല്ലിയാക്കരുത്, നെറ്റിത്തടത്തിലും അവിടെയും ഇവിടെയൊന്നും അല്ല. പൊതുവിൽ ഇങ്ങനെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഒരു കറുത്ത പുല്ലി കൊടുക്കുന്നത് നല്ലതാണെന്ന് അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചതായി ശറഹു സുന്നയിൽ പറയുന്നതായി നമ്മുടെ മിഷ്കാത്തിന്റെ ഷറഹ് മിർകാത്തിൽ